നിലമ്പൂരിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച. നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്. ഇവിടെ നമ്മുടെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായതിനു ശേഷം ചാലിയാർ കരകവിഞ്ഞൊഴുകി ചാലിയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ നഗരസഭയിലേക്കും അതുപോലത്തെ അമരമ്പലത്തേക്കും ശുദ്ധജല വിതരണം നടത്തിയിരുന്ന വാട്ടർ അതോറിറ്റിയുടെ കിണർ അതുപോലെ തന്നെ മോട്ടറും പൂർണ്ണമായും ചെളി കയറി അതിൻ്റെ പ്രവർത്തനമില്ലാതായിരിക്കും. ഒരാഴ്ചക്കാലമായി നിലമ്പൂരും ചുറ്റുപാടും ഈ പ്രദേശങ്ങളിലൊന്നും ശുദ്ധജല വിതരണം നടക്കുന്നില്ല. വാട്ടർ അതോറിറ്റിക്കാർ പറയുന്നത് പണി നടക്കുന്നുണ്ട്, മോട്ടോർ നന്നാക്കുന്നുണ്ട്, ഉടനെ വെള്ളം എത്തിക്കുമെന്നാണ്. എന്നാൽ ഒരാഴ്ചക്കാലമായി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പുകളെ മാത്രം ആശ്രയിച്ച് പൊതുകിണറുകളും കിണറുകളും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ആളുകളേറെ പ്രയാസത്തിലാണ്. വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും അലക്കുന്നതിനും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തൊരവസ്ഥ നിലമ്പൂർ നഗരസഭയിലുണ്ട്. അപ്പോൾ അടിയന്തരമായി നിലമ്പൂർ നഗരസഭ ഇതിനകത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തണം. ശുദ്ധജല വിതരണം വീടുകളിലെത്തിക്ക് ടാങ്കർ ലോറികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ചാലിയാർ കരകവിഞ്ഞൊഴുകി നിലമ്പൂർ അമരമ്പലം പ്രദേശങ്ങളിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്ന കിണറും മോട്ടറും ചെളി നിറഞ്ഞ് കേടുപറ്റി പമ്പിംഗ് നടക്കാത്തതെന്നും പണി നടക്കുന്നുണ്ടെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കിണറുകളില്ലാത്ത പൊതുകിണറുകളും ഇല്ലാത്ത വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിലമ്പൂരിലുണ്ട്. അവർ കുടിക്കുവാനും അലക്കുവാനും ദൈനംദിന കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇവർക്കായി നഗരസഭ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നമെന്ന നിലയിൽ ടാങ്കർ ലോറിയിൽ വെള്ളം വീടുകളിൽ എത്തിക്കുന്നതിനു വേണ്ടി അടിയന്തര ഇടപെടലുകൾ നടത്തണം. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.